അലക്കുകയും വേണം, തേക്കുകയും വേണം, മടക്കുകയും വേണം. ഇവിടെ ഉള്ളവർക്കൊന്നും അതിനൊന്നും സമയമില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്തോണം. ഭവാനിയേ, എന്തെടുക്കുക? ഞാനിവിടെ ചുമ്മാതിരുന്ന് വിശ്രമിക്കുക. കണ്ടില്ലേ വിശ്രമിക്കുന്നത്? വിശ്രമിച്ചോ? ഇതൊന്നും മടക്കി വെക്കാൻ പറഞ്ഞിട്ട് നിനക്ക് വയ്യല്ലോ. അത് എന്റെ തുണിയല്ല, കേശുവിന്റെ അവരോട് പറ. കേശുവിന്റെ തുണി നീ മടക്കത്തില്ല? ഞാൻ എന്തിനാ മടക്കണേ? ആ ചേച്ചി മടക്കാത്ത? അവന് മടക്കി എന്താ കുഴപ്പം? എന്നാലും ചേച്ചിക്ക് മടക്കി എന്താ സൗകര്യമില്ല. ഓ, സ്നേഹം ഇല്ലല്ലോ നമ്മളോടൊന്നും ഇല്ലെങ്കിലും. ചേച്ചി എന്താ ഒന്നും ഇല്ലെങ്കിൽ അവിടെ അത്രയും സ്ഥലമുണ്ട്. ഉള്ള അലമ്പന്മാര് മൊത്തവും വന്ന് അവിടെ ഇങ്ങനെ നിന്ന് 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 അവരടി ഉണ്ടാക്കും. പോലീസ് വരും, അവന്മാരെ പൊക്കിക്കൊണ്ടു. ഈ നേരെ ചുവള്ള ഒരുത്തിനോട് വരൂല്ലേ ഈ കളിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ, എത്രമാത്രം കളിയുണ്ട്, അതിനൊന്നും ഒരുത്തരും വരൂല്ല. എടാ, മുമ്പൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ ഇവിടെ കളിക്കാൻ വന്നുകൊണ്ടിരുന്നതല്ലേ? ഷട്ടിൽ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടാ? കുറെ എണ്ണങ്ങളുണ്ട്. വെറുതെ ഫോൺ നോക്കി അലമ്പത്തരവും കാണിച്ച് വെളിവില്ലാണ്ട് കിടക്കും. ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കാൻ നേരത്ത് ഓരോ സെക്ഷൻ ഉണ്ടല്ലോ. ഞങ്ങള് പൈസ പിരിവിട്ട് ബെറ്റൊക്കെ വെച്ച് ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരുമായിരുന്നു ഇവിടെ. അത് ശരിയാണ്. ഇപ്പൊ ഉള്ളവന്മാരുടെ കാര്യമൊന്നും പറയണെങ്കിൽ, പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങ് പറയാനും പറ്റത്തില്ല. കാരണം എത്രയോ പേര് മറ്റേ ടർഫിൽ പോയി കളിക്കുന്നു. പ്രായമുള്ളവരുന്നില്ല, കൊച്ചു പിള്ളേരുന്നില്ല, എല്ലാവരും പോകുന്നില്ലേ. അതുകൊണ്ട് അങ്ങനെ തീർത്തറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ യൂത്തിനെ പിടിച്ചെന്നാണ്ട് ഒലക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. കോളേജില്, സ്കൂളില് ഉള്ള ഏക്കണ്ട എല്ലാ സ്ഥലത്തും ഉണ്ട് ലഹരി. ലഹരി കേശുവേ, എനിക്ക് ആ ഷിബു റോക്സിന്റെ കാര്യത്തിലേ വല്ലാത്തൊരു സംശയം. എന്തോ വശപ്പശ ഉള്ളതുപോലെ. നീ ശ്രദ്ധിച്ചില്ലേ? അങ്ങേറൊരു നോട്ടവും വർത്താനവും ഒരു കയ്യിലുള്ളൊരു ചിരിയും. എന്തോ റോങ് ഉണ്ടടാ. സംതിങ് ഈസ് വെരി റോങ്. അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അവര് ഇവളെ നോക്കുമ്പോഴത്തേക്ക് ഇവള് മുഖം ചൊളിച്ച് അങ്ങോട്ടൊരു നോട്ടം നോക്കും. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നവും. അങ്ങനെയാണ് മിക്ക പ്രശ്നങ്ങൾ ഉണ്ടാവണതും. ഓ തന്നെ, ഞാൻ മുഖം ചുരുക്കുന്നുണ്ടാണ് ഇവിടുത്തെ സകല പ്രശ്നം ഉണ്ടാവുന്നത്. സന്തോഷമായില്ലേ? என்ன இங்க பிரச்சனை? അയ്യോ, പ്രശ്നം എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പ്രശ്നവും ഇല്ല. എല്ലാം സ്പെഷ്യൽ ഉണ്ടാക്കിയേ? இருக்கு. கோதுமை தோசை இருக்கு, சாதா தோசை இருக்கு. அந்த தோசையில சர்க்கரையும் தேங்காயும் போட்டு வச்சிருக்கேன். കനകത്തിന് ശർക്കര ഇല്ലാതെ ഒരു പരിപാടിയില്ല. ചുമ്മാതല്ല പിള്ളേർ പറയുന്നത്. ഇനി മീൻകറിക്കകത്തി കൂടെ മാത്രമേ ഉള്ളൂ ശർക്കര ചേർക്കാൻ. அம்மா சும்மா ஓட்டாதீங்க. അമ്മമ്മ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. அப்படி சொல்லி கொடு பாரு. അങ്ങനെയാണെങ്കിൽ കനാൻ്റെ ഒരു 5-6 എടുത്ത് വെച്ചോ. 5-6 ഒതുങ്ങൂല. അവന്റെ വാ കഴക്കണ വരെ അതിന്റെ ഉണ്ടാക്കി കൊടുക്കേണ്ട വരും. கண்டிப்பா எனக்கு ரொம்ப பிடிக்குமே. ഡിപ്പെൻസ് അപ്പോൺ മൂൺ. ചിലപ്പോ കൂടും, ചിലപ്പോ കുറയില്ല. കഴിക്കേണ്ട പ്രായത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ പിന്നെ ഭയങ്കര മടിയായിരിക്കും. ഏത് പ്രായത്തിലാണെങ്കിലും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ പോരെ. വെറുതെ എന്തിനാണ് വാരി വലിച്ചു കഴിക്കണത്? ഈ പറയുന്ന കേട്ടാത്തൊന്നും എപ്പോഴും അങ്ങ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവാന്ന്. നീ ഇന്ന് വരെ നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ എല്ലാരെ പോലെ വാരി വലിച്ചു കഴിക്കാറില്ലെന്നേ ഉള്ളൂ. അമ്മുമ്മേ, യു നോ എ ലാർജ് എഗ് കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി 72 കാലറീസ്. എന്തോന്നാ? ഒരു കോഴിമുട്ടയിലെ 72 കാലറീസ് ഉണ്ടെന്ന്. കലോറിയും ലോറിയും. പണ്ടുള്ളവരൊക്കെ അത് നോക്കിയല്ലേ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. എടി, നല്ല വ്യായാമം, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, ഇതൊക്കെയായിരുന്നു പണ്ട്. ഇപ്പോഴോ അത് കഴിക്കാൻ പാടില്ല, ഇതേ കഴിക്കാവൂ, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, എന്നിട്ട് ലോകത്തില്ലാത്ത അസുഖങ്ങൾ മൊത്തം ഉണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങോട്ട് മാറുവച്ചേ. പുതിയ കാലഘട്ടത്തിലെ സയന്റിഫിക് പഠനങ്ങളെ അംഗീകരിക്കാത്ത ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ മുഖം തിരിക്കുന്നു. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു സയൻസ്. എന്ത്? ഒന്നും ഇല്ലടേ എന്റെ പൊന്നെ. കേശു, നിന്നോട് എന്തോന്നു? keep an eye on him. ആരെടുത്ത് എന്തരടി? ഷിബു, എന്ത് ഷിബു റോക്സ്? ഷിബു റോക്സ്. നീ ഇത്ര നേരം അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഒരു കണ്ണ് വേണോടാ. സംതിങ് സസ്പിഷ്യസ്. കുറച്ചും പറഞ്ഞ് 2 കണ്ണും വേണോന്ന്. അന്ന് നീ 2 കണ്ണും വെച്ചോ. നാല് സംതിങ് സസ്പിഷ്യസ്.